ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ 4th യൂണിറ്റിലുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന വാങ്കാരി മാതായിയുടെ ഒരു സ്പീച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇത് വാങ്കാരി മാതായിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്, നോബൽ പ്രൈസ്. സോ അതിനുശേഷം മറുപടി പ്രസംഗമായിട്ട് പറയുന്ന ഒരു സ്പീച്ചാണ് ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവർ ഒറിജിനലായിട്ട് പറയുന്ന ആ ഒരു വീഡിയോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പീച്ചിൽ എന്താണ് പറയുന്നത് നോക്കാം. ബേസിക്കലി വേറെ ഒന്നുമല്ല, കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്, പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് അവർ ഇതിലൂടെ ബേസിക്കലി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അവരുടെ കുറേ എക്സ്പീരിയൻസിലൂടെ, ലൈഫ് എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, ആദ്യമേ തന്നെ അവർ ഈ നോബൽ സമ്മാനം ലഭിച്ചതിന് നൽകിയതിനൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവർ പറയുന്നത് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അവർ കെനിയക്കാരിയാണ് കേട്ടോ. അപ്പോൾ കെനിയയിലുള്ള എല്ലാ സ്ത്രീകളുടെ പേരിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം, ഇവർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിനി പറയുന്നുണ്ട്. സോ അത് ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ അവർ മീൻസ് പരിസ്ഥിതിയെ സംരക്ഷിച്ച് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതായത് എങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ തന്നെ മീൻസ് കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് എന്ത് ചെയ്തിരുന്നു, ഇവർ പ്രകൃതിയൊക്കെ നിരീക്ഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവരുടെ കെനിയയിൽ എന്താ സംഭവിച്ചത്, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് കാടുകളൊക്കെ വെട്ടി നിരത്തിയിട്ട് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നു. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ കോട്ടൺ, ഇൻഡിഗോ എന്നൊക്കെ പറയുന്ന എന്താ പറയുക ക്യാഷ് ക്രോപ്സുകളുടെ കൾട്ടിവേഷനാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നാണ്യവിളകളുടെ ഒരു ഉൽപ്പാദനമാണ് ഈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ പറയുക, നമുക്ക് അതൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായത് അതിലൂടെ വെറും ലാഭം മാത്രമാണ് നോക്കുന്നുണ്ടാവുക. ഇപ്പം അരിയോ നെല്ലോ മീൻസ് അരിയോ ഗോതമ്പോ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഫുഡ് ക്രോപ്സ് ആണ്, നമുക്ക് പ്രയോജനമുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് എന്താ പറയുക ഫോറസ്റ്റും അങ്ങനെയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിയിട്ട് നാച്ചുറൽ റിസോഴ്സുകളെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇവരിതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവർ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താണ്, ഇങ്ങനെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ഒക്കെ വന്നപ്പോൾ അവർക്ക് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മീൻസ് ആ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയെല്ലാം താളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മീൻസ് നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോ ആക്ടിവിറ്റീസ് കാരണം പ്രകൃതിക്കുണ്ടായ പ്രശ്നം അവർ കുട്ടിക്കാലത്ത് തന്നെ കെനിയയിലുള്ള ആ ഒരു പ്രദേശമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ആ ഒരു ധാരണ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ആ ഒരു കാര്യം കണ്ടിട്ടാണ് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്നത്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് അവർ 1977 കാണുന്നുണ്ടല്ലോ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പേര് മറന്നു പോകരുത് കേട്ടോ. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വാങ്കാരി മാതായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി സംരക്ഷണം ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിലൂടെ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, പ്രകൃതി സംരക്ഷണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താ, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മീൻസ് അവിടെയുള്ള ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സുകളെല്ലാം എന്താ പറയുക സഫലമാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇതുകൂടി ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അവിടെ പറയുന്നത്, നോക്കൂ, അവിടെ കെനിയയിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ വിമൺ എന്ന് പറയുന്നത് അവർക്ക് ബേസിക് നീഡ്സ് പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, ഇപ്പോൾ ഈ ഫയർവുഡ് ഇല്ല, മീൻസ് നെയിംലി ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, ഷെൽട്ടർ ആൻഡ് ഇൻകം. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സംഗതികൾ, വാട്ടറും ഡയറ്റും പിന്നെ എന്താ ഷെൽട്ടർ, ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാങ്കാരി മാതായി. പിന്നെ പറയുന്നൊരു സ്പെഷ്യാലിറ്റിയാണ്, ആഫ്രിക്കയിൽ വിമൺ ആയിരുന്നു ഫാമിലിയുടെ പല മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അവരായിരുന്നു പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്നാണ് പറയുന്നത്. മീൻസ് അതായത് ഇപ്പോൾ കൃഷി ചെയ്യുന്നതായിക്കോട്ടെ, കുടുംബത്തിലോട്ട് എന്താ പറയുക ഇൻകം എത്തിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, സ്ത്രീകളാണ് കുറേ കൂടി ഒരു റോൾ എടുത്ത് ചെയ്യുന്നത്. നമുക്കെവിടെ ഇപ്പോൾ ഇന്ത്യയിൽ എന്താ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നത് എന്താണ്, പുരുഷന്മാരാണ് പുറത്തുപോയി അധ്വാനിക്കുന്നതും കുടുംബത്തിൽ വരുമാനം കൊണ്ടുചെന്നെത്തിക്കുന്നതും എന്നുള്ളൊരു സിസ്റ്റമാണല്ലോ നമുക്കെവിടെ ഉള്ളത്. പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊരു കോമൺ ആയിട്ട് ട്രഡീഷണലായിട്ട് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആഫ്രിക്കയിൽ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അവിടെ സ്ത്രീകളാണ് കെയർ ടേക്കേഴ്സായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അവരാണ് ആ ചുമതലയെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രകൃതിക്കുണ്ടായ എല്ലാ മാറ്റങ്ങളും
ആദ്യം അറിയുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ പ്രകൃതിയോട് അടുത്തിണങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ ആഫ്രിക്കയിലുള്ള മീൻസ് കെനിയയിലുള്ള സ്ത്രീകൾക്ക് എന്താണ് അവർക്ക് ഇതിന് പെട്ടെന്ന് ഇതിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ പ്രകൃതിക്ക് ദോഷമായിട്ട് സംഭവിക്കുന്ന ഓരോ ആക്ടിവിറ്റീസിനെയും കുറിച്ചിട്ട്. ആൻഡ് ഓൾസോ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ ലൈഫിലും ഉണ്ടാക്കാൻ പോകുന്നെന്നുള്ളൊരു കാര്യം, അതിൻ്റെ ആഘാതം എത്രത്തോളം ആണെന്നുള്ളത് അവിടെയുള്ള സ്ത്രീകളായിരുന്നു ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് വാങ്കാരി മാതായി പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, ദറ്റ് ഈസ് നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ആ ഒരു നോബൽ സമ്മാനം സ്വീകരിക്കുന്നു, എന്നിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ പറഞ്ഞു തുടങ്ങുകയാണ്. അവർക്ക് ഇതിനൊക്കെയുള്ള ഇൻസ്പിറേഷൻ വരുന്നത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നു, അതിലൂടെ ബയോഡൈവേഴ്സിറ്റിയെല്ലാം നാശമായി പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വരുന്നത്, ആ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെ അവർ 77 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ബേസിക് നീഡ്സും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനൊക്കെയാണ് അതിലൂടെ അവർ ലക്ഷ്യം വെച്ച കാര്യം. പിന്നെ എന്താ പറയുക, ആഫ്രിക്കയിലുള്ള വിമൺ ആണ് കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ തന്നെയാണ് പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ആദ്യം അറിയുന്നത്. അങ്ങനെ അവർ മനസ്സിലാക്കി എന്താണ് ഇങ്ങനെ പോവുകയാണ്, പ്രകൃതിയെ സംരക്ഷിക്കാണ്ട് എന്താ പറയുക പ്രകൃതിക്ക് ദോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനും ആപത്താണ്, അത് നമ്മുടെ ഭാവി തലമുറയ്ക്കും ആപത്താണെന്നുള്ളൊരു കാര്യം സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിലൂടെ ഇവർ ആദ്യം ലക്ഷ്യം വെച്ച കാര്യം ട്രീ പ്ലാന്റിംഗ് ആയിരുന്നു. എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, നട്ടുപിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ അപ്പോൾ ട്രീകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇവർ 30 മില്യൺ ട്രീസാണ് എന്ത് ചെയ്തത്, ഇവർ പ്ലാൻ ചെയ്തത്. അത് ഏതോ ഒരു എക്സാമിന് എവിടെയൊക്കെയോ ഈ 1 വേർഡ് സെക്ഷനില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അതാണ് ഞാനത് പറയുന്നത്. 30 മില്യൺ ട്രീസ് അവരെന്ത് ചെയ്തിരുന്നു, അവർ പ്ലാൻ ചെയ്തു. മീൻസ് സ്ത്രീകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 30 മില്യണോളം മരങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് നട്ടുപിടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഫുഡ് കിട്ടും, ഷെൽട്ടർ കിട്ടും, ഇൻകം കിട്ടും, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് അതിലൂടെ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവർക്കൊരു ജോലി അവസരം കൂടി, ചെറിയൊരു തോതിലൊരു ജോലി അവസരം കൂടിയാണല്ലോ അത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവർക്ക് പതിയെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള ഇഷ്യൂസ് അവരുടെ ആ ഒരു പ്രദേശത്ത് മീൻസ് അവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളോട്ട് നയിക്കും. പ്രത്യേകിച്ചും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ കൃഷിയൊന്നും നടക്കില്ല. അപ്പോൾ കൃഷി നടന്നില്ല എന്നുണ്ടെങ്കിൽ വരുമാനം ഇല്ലെങ്കിൽ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ് അല്ലേ. അപ്പോൾ അതായത് പോവർട്ടി വരും. അപ്പോൾ പോവർട്ടി വരുന്നുണ്ട് എങ്കിൽ എന്താണ്, ഈ ആൾക്കാർ തമ്മിൽ അടിയാവും അല്ലേ. കാരണം കുറച്ച് പേരുടെ കയ്യിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറി അങ്ങനെയുള്ള എന്താ പറയുക ഒരു ആൾക്കാർ തമ്മിലും കുറച്ച് ക്ലാഷ്, അതാണ് നമ്മൾ പറയുന്നത്. ക്ലാഷ് ഉണ്ടായിട്ട് അവസാനം അതൊരു റൈറ്റ് വരെ, ഒരു കലാപത്തിലോട്ട് വരെ എത്തിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ പറയുന്നുണ്ട്. അതായത് അതിലൂടെ അവർ പറയുന്നൊരു കാര്യം, ഈ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് മീൻസ് അർജൻസി ഉള്ള ഒരു കാര്യമാണെന്നാണ് വാങ്കാരി മാത ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൽ ആദ്യം ട്രീ പ്ലാന്റിംഗ് മാത്രമായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിലും പിന്നീട് അവർ ഡെമോക്രസി, പീസ്, ജനാധിപത്യം പോലുള്ള പലതരത്തിലുള്ള കോൺസെപ്റ്റ്സുകളും അവർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യം, ഈ കെനിയയുടെ ഒരു പ്രത്യേകതയാണ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മരം അല്ലെങ്കിൽ വൃക്ഷം എന്തായിരുന്നു, അവിടെ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ ഒരു സിമ്പൽ എന്നാണ് പറയണേ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു സമാധാനപരമായിട്ട് ഒരു കാര്യം, ഒരു കലഹത്തെ സോൾവ് ആക്കാനുള്ള ഒരു സിമ്പലാണ് ട്രീ. അതിന് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ എക്സാമ്പിൾ ഒരു കഥയാണ്, വേറൊന്നുമില്ല. ഒരു ആഫ്രിക്കൻ ട്രഡീഷൻ, ആഫ്രിക്കൻ പാരമ്പര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് വേറൊന്നുമില്ല, നോക്കൂ, കിക്കിയോ എന്ന് പറയുന്ന ഒരു വംശത്തിലുള്ള ആൾക്കാർ, ഓക്കെ, കിക്കിയോ എന്ന് പറയുന്ന അതിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, വാക്ക് തർക്കമോ എന്തെങ്കിലും വരികയാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തിജി എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട് അവിടെ. ഓക്കെ, തിജി എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. സോ ഈ തിജി മരത്തിൻ്റെ ഒരു ശിഖരം നമ്മൾ ഒടിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ കൊണ്ട് വെക്കുകയാണെന്ന് വയ്ക്കുക. ഓക്കെ, രണ്ടാൾക്കാർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ കോലാഹലങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ തിജി എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഒരു സ്റ്റഫ് എന്നാണ് പറയണത്, ആ ഒരു ചില്ല എടുത്തിട്ട് നമ്മൾ കൊണ്ട് വെക്കുകയാണെന്ന് വയ്ക്കുമോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവർ ആ വഴക്ക് നിർത്തണം എന്നുള്ളതാണ്.
ഓക്കെ, അതാണ് അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് അവർ പരസ്പരം സോൾവ് ആവണം, അവർ ഇഷ്യൂ എന്താണോ അത് പറഞ്ഞ് സമാധാനപരമായിട്ട് അവിടെ അവസാനിപ്പിക്കണം. അതാണ് കാര്യം. അതാണ് ഇവർ പറയുന്ന ഒരു പാരമ്പര്യം, ആഫ്രിക്കൻ പാരമ്പര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ കിക്കിയോ എന്ന് പറയുന്ന ഒരു ക്ലാനിലുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ തിജി എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ് അവർ ഈ അടി ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റഫ് എടുത്തുകൊണ്ട് വന്ന് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വയ്ക്കുമ്പോൾ എന്താണ് അവിടെ സമാധാനപരമായിട്ട് അവരവിടെ അവസാനിപ്പിക്കും. അതാണ് അവിടുത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആദ്യം പറഞ്ഞത് ട്രീ എന്ന് പറയുന്നൊരു പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ ഒരു അടയാളമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവർ വീണ്ടും എല്ലാവരെയും ഒന്ന് നോക്കൂ, ഫ്രണ്ട്സ് ലേഡീസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയാണ് കാര്യം കൃത്യമായിട്ട് പോയിന്റിലോട്ട് അവർ പറയാണ്, നമ്മൾ ഈ എൻവയോൺമെൻറ്റിനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ മീൻസ് പ്രോബ്ലംസ് ഇങ്ങനെ പെരുകി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് ഒരു ഭീഷണിയായിട്ട് മാറും. നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അല്ലെ, നമ്മുടെ മനുഷ്യജീവനെ ഉൾപ്പെടെയുള്ള പല ജീവജാലങ്ങളെയും ഈ ഭൂമിയിൽ എന്താ പറയുക നിലനിർത്തുന്ന ഈ ഒരു എക്കോസിസ്റ്റം, ഈ ഒരു പാരിസ്ഥിതിക വ്യവസ്ഥിതി, ഈ ഒരു സന്തുലിതാവസ്ഥയ്ക്കൊക്കെ ഇത് തകരാറുണ്ടാക്കും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, നമ്മളെല്ലാവരും അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എർത്തിനുണ്ടായ ഈ മുറിവുകൾ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടായ പല പ്രശ്നങ്ങളും അല്ലേ. അപ്പോൾ ഈ ഒരു മുറിവുകളെല്ലാം ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് ഈ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവണമെന്നാണ് പറയുന്നത്. മീൻസ് അത് ഒരാളുടെ ചുമതലയല്ല, അത് ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് വരണം. കെനിയയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവരും മീൻസ് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ പ്രകൃതിയെ, മീൻസ് നമ്മുടെ ഭൂമിക്ക് ഉണ്ടായ എല്ലാ മുറിവുകളെയും ഉണക്കുന്നതിന് വേണ്ടിയിട്ട്, മീൻസ് അതിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചാകണം, ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമിയെ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി എടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും വളരെ ബ്യൂട്ടി ആൻഡ് വണ്ടർ ആയിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ളൊരു ലോകം നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അത്രമേൽ കാര്യങ്ങൾ വഷളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണമെന്നാണ് ഇവർ പറയുന്നൊരു കാര്യം. ഓക്കെ, പിന്നെ വാങ്കാരി അതായി പറയുന്നൊരു കാര്യം നോക്കൂ, നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പല രാജ്യങ്ങളും നമുക്കറിയാം കോളനി വാഴ്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ അങ്ങനെയൊക്കെയുള്ള ലെവലിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട്, നമുക്കിപ്പോൾ ഇന്ത്യയുടെ കാര്യം അറിയാമല്ലോ, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അവർക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തതും അവരങ്ങനെ പോകുന്നതും ഒക്കെ. അതുപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അവിടെ ഒരു വിജയം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെന്നാണ് വാങ്കാരി അതായി പറയുന്നത്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് വാങ്കാരി മാതായി ആവശ്യപ്പെടുന്നൊരു കാര്യം. ഓക്കെ, പിന്നെ അവർ പ്രത്യേകം പറയുന്നതാണ് യങ് പീപ്പിൾ. ഓക്കെ, മീൻസ് യുവജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലേ. ഈ ഒരു സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റുന്നത് യങ് ജനറേഷൻസിലുള്ള ആൾക്കാർക്കാണ്. ഓക്കെ, അതുകൊണ്ട് കാരണം നിങ്ങൾക്കാണ് എനർജി ഉള്ളത്, നിങ്ങൾക്കാണ് ക്രിയേറ്റിവിറ്റി ഉള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ യങ് ജനറേഷൻസിലുള്ള എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് തന്നെ ഇറങ്ങണം. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ബേസിക്കായിട്ട് ഇവർ പറയുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ഇവർ പറയുന്നത് ഇവർക്ക് ഇവരുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു ലോകം അല്ലെങ്കിൽ ഒരു ഭൂമി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് വാങ്കാരി മതായിക്ക് എന്താ പറയുക, അവരുടെ അച്ഛനമ്മയിൽ നിന്നും അല്ലെങ്കിൽ മുതുമുത്തശ്ശന്മാരിൽ നിന്നൊക്കെ കിട്ടിയ, മീൻസ് അവരുടെ എൽഡേഴ്സിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു ലോകം അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് വാങ്കാരി മാതായി പറയുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം, ഇവർ കുട്ടിക്കാലത്ത് വെള്ളം എടുക്കാൻ പോകുമായിരുന്നു. എവിടെ, വാട്ടറിൽ, മീൻസ് ഒരു നദിയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരു അരുവി, എവിടെ സ്ട്രീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അരുവിയിൽ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. സോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇവർ ഈ നദിയിൽ നിന്നും ആ ഒരു അരുവിയിൽ നിന്നും ഡയറക്റ്റായിട്ട് വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് കയ്യിലെടുത്ത് കുടിച്ചു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ ആയിക്കോട്ടെ, അവർ ഡയറക്റ്റായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എടാ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്കൊരിക്കലും ഒരു ഇങ്ങനെ അരുവിയിലൊക്കെ പോയി നമുക്ക് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പറ്റില്ല അല്ലേ. കാരണം അത്രയ്ക്ക് പൊല്യൂട്ടഡ് ആയിട്ട് മാറിയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് അവർ പറയുന്നത്. ഇന്ന് നമുക്കത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ അന്ന് അവർ കുട്ടിക്കാലത്ത് ഡയറക്റ്റ്, കാരണം അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് ആരോ റൂട്ട് ലീവ്സിനിടയിൽ ഇവരിങ്ങനെ കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആരോ റൂട്ട് എന്ന് പറയുമ്പോൾ
കൂവക്കിഴങ്ങ് എന്നാണ് എവിടെയൊക്കെ പറയുന്നത് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്, കൂവക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. എനിക്ക് വേറെ എന്തെങ്കിലും വേർഡ് ഉണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഇലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കൂവക്കിഴങ്ങിൻ്റെ ഇല, ആരോ റൂട്ടിൻ്റെ ലീവ്സ്, അത്രയേ ഉള്ളൂ, അങ്ങനെ അറിഞ്ഞാൽ മതി. ഓക്കെ, ആ ഒരു ലീവ്സിനിടയിൽ അവർ പോയി കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത്. പിന്നെ പറയുന്നത് ഈ തവളയുണ്ടല്ലോ, തവളയുടെ മുട്ട. ഓക്കെ, തവളയുടെ മുട്ട എന്താ പറയുക, ഇങ്ങനെ ഒരുമിച്ച് ഇല നിൽക്കുക, മുത്തുകൾ പോലെ ഇല കാണുക. അപ്പോൾ വെള്ളത്തിൽ ഇത് കാണുമ്പോൾ ഇവരിത് മുത്തുകളെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തുകളെന്ന് വിചാരിച്ചിട്ട് ഈ മുട്ടകളെയൊക്കെ അവരിങ്ങനെ തൊടുമായിരുന്നു എന്ന്. ഓക്കെ, അങ്ങനെ തൊടുമ്പോൾ എന്താകും, ഇത് സ്പ്ലിറ്റായി പോകുമല്ലോ, ആ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യം, ഞാൻ ഒരുപാട് ടാഡ്പോൾസുകളെ, ആയിരക്കണക്കിന് ടാഡ്പോൾസുകളെ കണ്ടിട്ടുണ്ട്. ടാഡ്പോൾസ് എന്താണെന്നറിയോ? വാൽമാക്രികളാണ് കേട്ടോ. മീൻസ് കൊതുകിൻ്റെ ഒരു ഫോമല്ലേ? അതെ, എന്താ വാൽമാക്രികളെന്ന് പറയില്ലേ, ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ടാഡ്പോൾസിനെ അവർ കാണുമായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഭയങ്കര ബ്ലാക്ക് കളറിൽ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ റിഗിൾ ചെയ്ത്, മീൻസ് ഇങ്ങനെ ടാഡ്പോൾസ് പോകുന്നത് അറിയാമല്ലോ. മീൻസ് വാൽമാക്രി വെള്ളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചാടി പോകുന്നത് എന്നുള്ളത് അറിയാമല്ലോ. ആ ഒരു അവസ്ഥയാണ് അവർ പറയുന്നത്. എനർജറ്റിക് ആയിട്ട് പോകുന്ന ആ ടാഡ്പോൾസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇവർ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു പാരിസ്ഥിതിക അവസ്ഥ, പ്രകൃതിയാണ് എനിക്ക് എൻ്റെ പാരൻസിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇന്നത്തെ ഫ്യൂച്ചർ ജനറേഷൻസിന് ഇതൊക്കെയാണോ കിട്ടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. മീൻസ് ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ ഈ ടാഡ്പോൾസ് എന്താണെന്നോ തവളയുടെ മുട്ട എന്താണെന്നോ ഒന്നും തന്നെ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പറയുന്ന സെൻറ്റൻസ് നോക്കൂ, ദ ചാലഞ്ച് ഈസ് ടു റീസ്റ്റാർട്ട് ദ ഹോം ഓഫ് ദ ടാഡ്പോൾസ് ആൻഡ് ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വെല്ലുവിളി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടാഡ്പോൾസ്, ഈ വാൽമാക്രികളുടെ എല്ലാത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥിതി വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. വീണ്ടും നമ്മുടെ വരുന്ന തലമുറകൾക്ക്, അതാണ് കുട്ടികളെന്ന് പറയുന്നത്, വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഒരു ബ്യൂട്ടിയുടെയും വണ്ടറിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ അത്രയും സുന്ദരമായിട്ടുള്ള ഒരു ലോകം, വീണ്ടും അത്രയും സുന്ദരമായിട്ടുള്ള പ്രകൃതി വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് ഏൽപ്പിക്കുക. അതിൻ്റെ ചുമതല ആർക്കാണ്? നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനറേഷൻസിനാണ് അല്ലേ. ഓക്കെ, നമുക്കാണ് ചുമതലയുള്ളത്. ഇനി വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ലോകം, നല്ലൊരു പാരിസ്ഥിതിക അവസ്ഥയൊക്കെ സൃഷ്ടിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, അതാണ് അവർ പറയുന്നൊരു കാര്യം. താങ്ക് യു വെരി മച്ച്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കുക. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കറക്റ്റ് പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മതി ഈ ഒരു സ്പീച്ചിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ ഇനി ഒരു സമ്മറിയോ ഈ ടെക്സ്റ്റോ എന്താണെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് വായിച്ചുകൂടി നോക്കുക. പിന്നെ എല്ലാം സെറ്റാണ്, വേറൊരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ കൂടെ പ്രകൃതി സംരക്ഷണത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ തള്ളി വയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണല്ലോ. അതൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചാപ്റ്ററാണ്. സോ എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏതാ ചാപ്റ്റേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.